ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പൊ ഇനി വരാൻ പോകുന്ന ഒരു ഭാഗമായിട്ട് പറയാൻ പോണത്, അങ്ങനെ നമ്മുടെ പ്രകാശാണെങ്കിൽ ആകെ നാണം കെട്ട് വിക്രവും നാണം കെട്ടിരിക്കുകയാണ്. അവരങ്ങനെ രാഹുലിന്റെ കൂടെ കൂടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും വേണ്ടില്ല, എങ്ങനെയെങ്കിലും കിരണിനെയും കല്യാണിനെയും രൂപേനെയും ചന്ദ്രസേനെയും അവരെ സ്നേഹിക്കുന്ന എല്ലാവരും ഇല്ലാതാക്കാൻ വേണ്ടി അവർ മൂന്ന് പേരും ഒരുമിച്ച് നിൽക്കാട്ടെ. കൂടെ സരയും ഉണ്ട്. അങ്ങനെയാണ് നമ്മുടെ കാർത്തിക് ആ ഒരു ഞെട്ടിക്കുന്ന സത്യം വെളിപ്പെടുത്തുന്നത്. തന്റെ ചേട്ടൻ ഗംഗപ്രസാദ് ജയിലിൽ ചാടി എന്നുള്ള സത്യം. അപ്പൊ കിരണും കല്യാണിയും പറഞ്ഞിട്ട്, ഒന്നും കണ്ട് പേടിക്കേണ്ട കാർത്തികെ, ഞങ്ങൾ ഇവിടെ ഉള്ളിടത്തോളം കാലം നിനക്കും നിന്റെ അമ്മക്കും ഒന്നും സംഭവിക്കില്ല. ഞങ്ങളുടെ ശവത്തിൽ കാല് വെച്ച് കുത്തിയിട്ട് മാത്രമേ നിങ്ങൾ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് കിരൺ ഉറപ്പ് കൊടുക്കുന്നുണ്ട് കാർത്തികക്ക്. കാർത്തിക ശരി എന്നൊക്കെ പറയുന്നു. പക്ഷെ കാർത്തികക്ക് ആകെ പേടിയാണ്. കാരണം തന്റെ ചേട്ടന്റെ സ്വഭാവം കാർത്തികക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ. അങ്ങനെ നമ്മുടെ കിരണ് അതുപോലെ തന്നെ വർക്കിനൊക്കെ പോയി, അതായത് വർക്ക് സൈറ്റിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഒരു ആൾക്കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരനെ എല്ലാരും കൂടി ചേർന്ന് അടിച്ചു ഒതുക്കുക കേട്ടോ. അപ്പൊ കിരൺ വിചാരിക്കും ഇത് എന്താ സംഭവം എന്ന് നോക്കുമ്പോഴേക്കും അടുത്തുള്ള ആൾക്കാർ പറയണ്ട അതൊരു ചെറുപ്പക്കാരനെ എല്ലാരും കൂടി അടിച്ചു ഒതുക്കുക എന്ന് പറയുമ്പോൾ, എന്നിട്ട് നിങ്ങൾ എല്ലാവരും നോക്കി നിൽക്കുകയാണോ, പോലീസിനെ വിളിക്കാൻ പാടില്ലേ, പോലീസിനെ വിളിച്ചു, അവർ ഇതുവരെ എത്തിയിട്ടില്ല എന്നൊക്കെ കിരണിനോട് പറയാണ്. അങ്ങനെ കിരൺ വിചാരിക്കും ഇതിനെ നോക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല, കാണിച്ചു അതിലൊരു ഗുണ്ട നമ്മുടെ ഈ ഗംഗപ്രസാദ് ആണ് മെയിൻ ആയിട്ടുള്ള ആൾ. അപ്പൊ ഗംഗപ്രസാദിനെ എല്ലാരും കൂടി അടിച്ച് ഒതുക്കണ ഭാഗമാണ് കിരൺ കാണുന്നത്. അപ്പൊ കിരണിന് അറിയില്ലല്ലോ ഇത് ഗംഗപ്രസാദ് ആണെന്നുള്ള കാര്യം. അപ്പൊ കിരൺ നോക്കുമ്പോഴേക്കും ഇതിലൊരു ഗുണ്ടയുടെ കയ്യിൽ വലിയ അരിവാളും വാക്കത്തി അങ്ങനത്തെ മാരകമായിട്ടുള്ള ആയുധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ച് ഗംഗപ്രസാദിനെ ഉപദ്രവിക്കാൻ പോകുന്ന ഭാഗമാണ് കിരൺ കാണുന്നത്. അപ്പൊ കിരൺ വിചാരിക്കും അയാൾ ഗുണ്ടയോ തട്ടിപ്പുകാരനോ അല്ലെങ്കിൽ മോഷ്ടിതാവോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഇങ്ങനെ നടു റോട്ടിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, അത് നിയമവിരുദ്ധമാണല്ലോ. നിയമത്തിന് മുമ്പിലേക്ക് അയാളെ കൊണ്ടെത്തിക്കുക, ആള് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ മാത്രമേ കിരൺ വിചാരിക്കുന്നുള്ളൂ. അങ്ങനെ കിരൺ ആ പ്രശ്നത്തിലേക്ക് എടുത്ത് ചാടുവാണ്. ഗംഗപ്രസാദിനെ അതിവിദഗ്ധമായിട്ട് തന്നെ കിരൺ രക്ഷിക്കുന്നുണ്ട് അവിടെ നിന്ന്. അങ്ങനെ ഗംഗപ്രസാദിനെ രക്ഷിക്കുന്ന ഗംഗപ്രസാദ് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. ഗംഗപ്രസാദ് കിരണോട് പരിചയപ്പെടുന്നുണ്ട്. ഹായ്, എന്റെ പേര് പ്രസാദ് എന്ന് പറഞ്ഞിട്ടാണ് പരിചയപ്പെടുന്നത്. അപ്പൊ കിരണിന് അറിയില്ലല്ലോ ഗംഗപ്രസാദാണ് ഈ കാണുന്ന പ്രസാദ് എന്നുള്ള കാര്യം. കാണല കിരൺ കാർത്തിക പറയുമ്പോഴൊക്കെ വിചാരിക്കുന്നത് ഒരു തമിഴനാണ്, തമിഴ് സംസാരിക്കുന്ന ഒരാളായിരിക്കും, കാരണം തമിഴ്നാട്ടിൽ ജനിച്ചു വളർന്ന തമിഴനാണ് എന്നൊക്കെ കാർത്തിക പറയുമ്പോ തീർച്ചയായിട്ടും അങ്ങനെയല്ലേ വിചാരിക്കുള്ളൂ. ഇത് മലയാളം മാത്രമല്ല, പല ഭാഷകളും പച്ചവെള്ളം പോലെ സംസാരിക്കുന്ന ഒരാളാണ് പ്രസാദ്. അപ്പൊ കിരൺ ഒട്ടും സംശയം തോന്നുന്നില്ല ഇതാണ് കാർത്തികയുടെ ചേട്ടൻ എന്നുള്ള കാര്യം. അങ്ങനെ നമ്മുടെ കിരൺ പരിചയപ്പെടാണ്, ഹായ് ഹലോ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുന്നുണ്ട്. അങ്ങനെ അവർ ഭയങ്കര പെട്ടെന്ന് തന്നെ കൂട്ടുകാരാവാണ്. അതിനുശേഷമാണ് നമ്മുടെ കാർത്തിക പറയണത്, ഗംഗപ്രസാദിന്റെ ഫോട്ടോ ഒക്കെ കാണിച്ച് പറയുമ്പോൾ കിരണിന്റെ മനസ്സിലാവുന്നത് ഇയാളാണല്ലോ, കഴിഞ്ഞ ദിവസം താൻ രക്ഷപ്പെടുത്തിയ ആളാണല്ലോ എന്ന് കിരണിന്റെ മനസ്സിലാവണം കേട്ടോ. പക്ഷെ കിരൺ ഈ കാര്യം ആർക്കും പറയില്ല, കാരണം രക്ഷപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാർത്തിക വേറൊരു രീതിയിൽ എടുക്കേണ്ട എന്ന് വെച്ചിട്ട് കിരൺ ഈ സത്യങ്ങളൊന്നും ആരോടും പറയില്ല. പക്ഷെ അതേ സമയത്താണ് മനോഹർ ആണെന്നുണ്ടെങ്കിലോ എങ്ങനെയെങ്കിലും വന്ദനനെ സ്വന്തമാക്കണം, സരയുവിനെ ഉപേക്ഷിച്ച് പോകാനുള്ള സമയമായി. കാരണം ആദ്യമായിട്ടാണ് ഒരാളെ കല്യാണം കഴിച്ച് അവർക്കൊരു കുട്ടിയായി, അതായത് ഗർഭിണി ആവുമ്പോ തന്നെ മുങ്ങണ സ്വഭാവമാണ് നമ്മുടെ മനോഹറിനുള്ളത്. ആദ്യമായിട്ടാണ് ഗർഭിണിയായി കുഞ്ഞുണ്ടായി, കുഞ്ഞിന് 6 മാസമായിട്ടും ഒരു പെണ്ണായിട്ട് തന്നെ ഒത്തുപോയിക്കൊണ്ടിരിക്കണം. അപ്പൊ സരയുവിന്റെ അടുത്ത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്ന വിചാരം മാത്രമേ മനോഹറിനുള്ളൂ. അങ്ങനെ മനോഹർ വന്ദനനെ വീണ്ടും വീണ്ടും കാണാൻ വേണ്ടി ശ്രമിക്കട്ടെ. വന്ദനെ പല സ്ഥലത്തും വിളിച്ചു വരുത്തുന്നുണ്ട്, വന്ദനെ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയത്താണ് നമ്മുടെ മനോഹർ ആ ഒരു രംഗം കാണുന്നത്. വേറെ ഒന്നല്ല, നമ്മുടെ നിതേന ഒരു ചെറുപ്പക്കാരന്റെ കൂടെ കാണുവാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ വരുണാണ് കേട്ടോ. പക്ഷെ മനോഹറിന് അത് മനസ്സിലാവുന്നില്ല, താൻ സ്നേഹിക്കുന്ന വന്ദന തന്നെയാണ്, അതിന്റെ ഒറിജിനൽ രൂപമാണ് മുമ്പിൽ നിൽക്കണേ എന്നുള്ള ആ ഒരു വ്യത്യാസം പോലും മനോഹറിന് മനസ്സിലാവുന്നില്ല. അങ്ങനെ മനോഹർ വിചാരിക്കും, ഇവളാള് കൊള്ളാലോ, ഇവൾ എന്നെക്കാളും വെട്ടിച്ച സാധനം തന്നെ, ഞാൻ ഉപേക്ഷിച്ചു, ഒരു ദിവസം പോലും ആയില്ല, അപ്പോഴേക്കും അവൾ അടുത്ത ആളെ വളച്ചിരിക്കുന്നു, കൊള്ളം, ഇപ്പൊ എന്നെക്കാളും അപ്ഡേറ്റ് ആണ് പെണ്ണുങ്ങൾ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ്. ശേഷം നമ്മുടെ മനോഹർ ഫോണിൽ വിളിക്കുന്നുണ്ട് വന്ദന ഇത് എവിടെയാണ്, ഞാൻ വന്ദനെ കാത്ത് റെസ്റ്റോറന്റിന്റെ ഫ്രണ്ടിലുണ്ടെന്ന് പറയുമ്പോ നിതയെടുത്ത് വരുൺ പറയണ്ട്, എന്നെയും കാത്ത് ആ കിഴങ്ങ് റെസ്റ്റോറന്റിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് നിത എന്ന് പറയുമ്പോ, ഒരു കാര്യം ചെയ്, വരുണേട്ടൻ എന്നാ പോയിക്കോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. അങ്ങനെ വരുൺ പെൺവേഷം കെട്ടിയിട്ട് നമ്മുടെ മനോഹറിന്റെ മുമ്പിലേക്ക് പോകണം. മനോഹർ പറയണ്ട്, വന്ദനെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്, പെണ്ണുകാരന്റെ ചടങ്ങിന് എന്റെ അമ്മയും അച്ഛനും വരാൻ പറ്റില്ല, അവരെല്ലാരും അമേരിക്കയിലാണ്, പെണ്ണുകാരന്റെ ചടങ്ങായിട്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ, ഞാൻ വന്ദനയുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ട് അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, അപ്പൊ പെണ്ണ് കാണാൻ ഞാൻ ജസ്റ്റ് ചടങ്ങിന് വേണ്ടി ഞാൻ മാത്രം പോയാൽ മതിയല്ലോ, പിന്നെ നിശ്ചയം വീട്ടുകാരൊക്കെ വന്നിട്ട് നടത്തിക്കോളും എന്ന് പറയുമ്പോൾ വന്ദന ശരിന്ന് ആക്ഷൻ വഴി കാണിക്കുന്നുണ്ട്. അങ്ങനെ വന്ദന പറയണ്ടേ, ഈ ഞായറാഴ്ച വീട്ടിലേക്ക് വരാവോ, അച്ഛനും അമ്മയടുത്ത് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം. മനോഹറിന് ഭയങ്കര സന്തോഷമാവാണ്. അങ്ങനെ നമ്മുടെ കല്യാണിയും നിഷയും ജുബാനയും നിതയൊക്കെ കൂടിയിട്ട് നമ്മുടെ വരുണിന് ഒരുക്കിയിട്ട് ഒരു മണവാട്ടിപ്പെണ്ണിനെ പോലെ ഒരുക്കുവാണ് മനോഹറിന്റെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ മനോഹർ പല കള്ളങ്ങളും പറഞ്ഞിട്ട് അണിഞ്ഞൊരുങ്ങി ഒരു മണവാളച്ചക്കനെ പോലെ വരുവാട്ടോ. അപ്പൊ വരുണിന്റെ അച്ഛനും അമ്മയൊക്കെ സ്വീകരിക്കുന്നുണ്ട്, വരൂ എന്ന് പറഞ്ഞിട്ട് സ്വീകരിക്കുകയാണ്. അങ്ങനെ
അങ്ങനെ മനോഹർ അകത്ത് കയറി ഇരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് കല്യാണിക്കും നിഷക്കൊക്കെ ആകെ ദേഷ്യം വരും കേട്ടോ. ഹോ, എന്ത് വിദഗ്ധമായിട്ടാണ് അവര് പെൺകുട്ടികളുടെ അമ്മമാരെ അച്ഛന്മാരെയൊക്കെ പറ്റിക്കണത് എന്ന് ആലോചിച്ചിട്ട് അവർക്ക് അത്ഭുതം തോന്നുന്നു. കാരണം മനോഹറിന്റെ ആ ഒരു പെർഫോമൻസ് കണ്ടിട്ട്. അങ്ങനെ മനോഹർ പറയണ്ടേ, എനിക്ക് അധികം സമയമില്ല, ഒരു കൊറിയൻ കമ്പനിക്കാരായിട്ടുള്ള മീറ്റിംഗ് ഉണ്ട്, വന്ദനെ നേരത്തെ കണ്ടതാണ്, എങ്കിൽ ഒരു പെണ്ണുകാണ ചടങ്ങ് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതിനുവേണ്ടി വന്ദനെ വിളിച്ച കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് പോകാം. പിന്നെ എന്റെ അച്ഛനും അമ്മയൊക്കെ അമേരിക്കയിലാണ്, അവരെന്തായാലും നിശ്ചയത്തിന് ഇങ്ങോട്ടേക്ക് വരത്തുള്ളൂ എന്നൊക്കെ പറയണം. എല്ലാം അറിയാം മോനെ, വന്ദന എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ മകൾക്ക് സംസാരിക്കാൻ കഴിവില്ല, പക്ഷെ എന്നിട്ടും നീ അവളെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, അതെന്നെ വലിയ കാര്യം. പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര പണവും സ്വത്തുക്കളും ഒക്കെ തന്നെയുണ്ട്, ഒരുപാട് കമ്പനികളുണ്ട്, പിന്നെ ഡയമണ്ടിന്റെ ബിസിനസ് ഉണ്ട്, എല്ലാം ഇനി വന്ദനയുടെ മോന്റെ പേരിലാണെന്ന് പറയുമ്പോൾ മനോഹരന് ഭയങ്കര സന്തോഷമാവാട്ടോ. അങ്ങനെ വന്ദനയുടെ കയ്യിൽ ചായ ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ട് കല്യാണി നിശ്ചയൊക്കെ പറഞ്ഞു വിടുന്നുണ്ട്. വന്ദന ചെറിയ നാണത്തോടു കൂടി തന്നെ മനോഹറിന്റെ അടുത്തേക്ക് പോവാണ്. മനോഹർ ചായയൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ വന്ദനയുടെ വരുണിന്റെ അച്ഛനമ്മയും പറയുന്നുണ്ട്, വന്ദനയുടെ അടുത്ത് ഇതിൽ സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം എന്നൊക്കെ പറയാണ്. മനോഹർ പറയണ്ടേ, ഓ വേണ്ട അച്ഛ, വേണ്ട അമ്മേ, ഞങ്ങൾ അതിനു മുമ്പ് സംസാരിച്ചിട്ടൊക്കെ ഉള്ളതാണല്ലോ, ഒരു കാര്യം ചെയ്യാം, നിശ്ചയത്തിന് ഡേറ്റ് എടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ എന്റെ അച്ഛനമ്മ എടുത്ത് പറയാം, അതിനുശേഷം നിശ്ചയം നടത്താം, പിന്നെ എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണമെന്നാണ് എന്റെ ആഗ്രഹം. കാരണം അമേരിക്കയിൽ വന്ദനയും കൊണ്ട് പോവാലോ, വന്ദനയ്ക്ക് വിസയൊക്കെ ഉണ്ടല്ലോ അല്ലെ. ഉണ്ട് എന്ന് വന്ദന തല കുലുക്കി കാണിക്കുകയാണ്. അങ്ങനെ മനോഹർ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ കല്യാണം ചടപടാ നടത്തുവാട്ടോ. കാരണം മനോഹറിട്ട് ഒരു പണി കൊടുക്കണം. അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പ്രകാശനിട്ട് കൊടുത്ത ഒരു പണി ഉണ്ടല്ലോ, സെയിം പണി തന്നെ നമ്മുടെ മനോഹറിട്ട് കൊടുക്കണം, എങ്കിൽ മാത്രമേ അവൻ ഈ മാതിരി പരിപാടി നിർത്തുള്ളൂ എന്ന് കല്യാണിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ കല്യാണത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് വന്ദനയുടെയും മനോഹറിന്റെ ബന്ധം. അങ്ങനെ മനോഹറാണെങ്കിൽ ഒരുപാട് കള്ളം പറയേണ്ട, നിശ്ചിത സമയത്തൊക്കെ പറയുന്നുണ്ട്, എന്റെ അച്ഛനമ്മക്ക് വരാൻ പറ്റാത്ത അവസ്ഥയാണ്, എന്റെ അമ്മാവ് മരിച്ചു, അടുത്ത അമ്മാവനാണ്, അതുകൊണ്ട് വീട്ടുകാർക്കൊന്നും വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ മനോഹർ ഇങ്ങനെ കല്യാണത്തിനെ പിടിച്ചു നിൽക്കുന്നത്. അങ്ങനെ വന്ദന അണിഞ്ഞ ഒരു കല്യാണത്തിന് വരുന്നുണ്ട്. പക്ഷെ ഈ ഒരു ഭാഗം മനോഹറിന്റെ ഈ ഒരു മുഖം സരയുവിനെ അറിയിക്കണമെന്ന് കിരണിനും കല്യാണിക്കും തോന്നാണ്. കാരണം എത്ര നാള് സരയുവിനെ പറയാണ്ട് അവൾ ഇങ്ങനെ ഒരു പൊട്ടിയാക്കിയിട്ട്, മാത്രല്ല ഒരുപാട് അനുഭവിച്ചു സരയു, ഇനിയെങ്കിലും അവൾക്ക് സത്യങ്ങൾ പറയാന്ന് കിരണും കല്യാണിയും വിചാരിക്കുകയാണ്. അങ്ങനെ സരയുവിനോട് സത്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിനക്ക് ഇന്ന് വൈകുന്നേരം രാവിലെ ഒരു 10 മണിക്ക് ഇന്ന് ഓഡിറ്റോറിയത്തിൽ വരികയാണെങ്കിൽ നിന്റെ ഭർത്താവായ മനോഹറിന്റെ പുതിയൊരു കല്യാണം കാണാൻ പറ്റും, ആ കല്യാണത്തിന് വലിയൊരു ട്വിസ്റ്റ് ഉണ്ട്, അവിടെ പോയി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ എന്ന് പറയാണ്. സരയു അത് വിശ്വസിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, മനോഹറിന്റെ ഈ ഒരു കല്യാണത്തോട് കൂടി തന്നെ സരയുമായിട്ടുള്ള ബന്ധം പോകുകയും ചെയ്യും. മനോഹർ മേലാൽ ഈ പരിപാടി ചെയ്യത്തൂല. അമ്മ അത് പരിപാടിയാണ് കിരണും കല്യാണിയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. എന്തായാലും കല്യാണം വരെ മനോഹർ ഇങ്ങനെ അടിച്ചു പൊളിച്ചൊക്കെ നിൽക്കും. ആ വന്ദനെ കെട്ടാം, ഡയമണ്ട് ബിസിനസിന്റെ മുതലാളിയാവാം, എങ്ങനെയെങ്കിലൊക്കെ ഒരുപാട് പണം ഉണ്ടാക്കാം, എന്നിട്ട് അവളെയും പറ്റിച്ച് വേറെ എവിടെയെങ്കിലും നാട്ടിലേക്ക് പോകാം എന്നൊക്കെയാണ് മനോഹർ വിചാരിക്കണം. പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ ഗംഗപ്രസാദിന്റെ വന്ദനയുടെ അതിമനോഹരമായിട്ടുള്ള ഭാഗങ്ങളായിട്ട് നമ്മൾ ഈ ആഴ്ച ഫുൾ ആയിട്ട് കാണാൻ പോണത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.